അത് അദ്ദേഹത്തിന് ആരെങ്കിലും ഉപദേശിച്ചാണ് വേണ്ടാന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെയുള്ള മോശം വാക്കൊന്നും ഉപയോഗിക്കില്ല. അദ്ദേഹത്തിന് എന്തിനാ എന്നെ ഭയക്കേണ്ട കാര്യം? പിന്നെ ഇടയ്ക്ക് പോലീസിനോട് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ ഒക്കെ മറ്റേ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിക്കും. അത് അപ്പം എനിക്ക് ചിലപ്പോൾ സംശയം വരും, ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് അദ്ദേഹത്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന്. ഇത് സ്റ്റാലിനിസ്റ്റ് റഷ്യയൊന്നും അല്ലല്ലോ. എതിരാളികളുടെ പുട്ടിൻ്റെ റഷ്യയല്ല, സ്റ്റാലിൻ്റെ റഷ്യയല്ല. ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് പോലീസിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചു, മെറ്റയെ കൊണ്ട് ആ ഇൻ്റർവ്യൂ റിമൂവ് ചെയ്യിപ്പിച്ചു മുഖ്യമന്ത്രി. അത്രയും പോകണം മുഖ്യമന്ത്രി. ഇത് ഞാൻ 15 പ്രാവശ്യം നിങ്ങളോട് മറുപടി പറഞ്ഞു. അത് മുഖ്യമന്ത്രി നേരിട്ട് ചെയ്ത ഇതാണ് 4000-ന്റെ കണക്ക്. ബാക്കിയുള്ള ഞാനിവിടെ വായിച്ചല്ലേ, നിങ്ങൾക്ക് കോപ്പി തന്നല്ലേ? അല്ലല്ല, നിങ്ങൾക്ക് അല്ലല്ല, ഞാൻ തന്നത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പറയണ കേക്ക്. AK ബാലൻ തന്ന നിയമസഭയിൽ തന്ന കണക്ക്, പട്ടികജാതി വിഭാഗത്തിൽ എത്ര പണിതു, പട്ടികവർഗ വിഭാഗത്തിൽ എത്ര പണിതു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ തന്ന കണക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ കേരളം എത്ര വീട് പണിതു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ എത്ര പണിതു, ലോക്കൽ ബോഡികളുടെ സ്കീമിൽ എത്ര പണിതു എന്നെല്ലാം കൃത്യമായ കണക്ക് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്ന കണക്കാണ്. ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിക്ക്, ഒന്നുകിൽ മുഖ്യമന്ത്രി മനഃപൂർവ്വം നുണ പറയുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവന്മാർക്ക് ഒരു വെളിവ് ഇതിനെ കുറിച്ചില്ല. അല്ല, എൻ്റെ നിലപാട് കറക്റ്റാണ്, ഞങ്ങളുടെ നിലപാടാണത്. ഞങ്ങളെന്ന് പറഞ്ഞാണ് ആ നിലപാട്. ഞാനിത് എപ്പോഴും എല്ലാം വ്യക്തിപരമായിട്ട് എൻ്റെ തലയിലേക്കാണല്ലോ എല്ലാം കൂടി വരുന്ന അവസാനം. അതൊക്കെ കൂട്ടായി എടുത്ത തീരുമാനമാണ്. കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും, പാർട്ടിയിലാണെങ്കിലും മുന്നണിയിലാണെങ്കിലും. മുന്നണി കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് വേണ്ടാന്ന് വെറുതെ പറയണേ കേക്ക്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനല്ലേ മറുപടി പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് അർത്ഥം. പത്രസമ്മേളനം നടത്തി വേണ്ടാന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആഘോഷിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞത്. 2, PDPയുടെ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയെന്നുള്ളത് ഭയങ്കര ആഘോഷമാക്കി. PDP CPMന് പിന്തുണ കൊടുത്തത് നിങ്ങൾ ആഘോഷമാക്കിയില്ല, പലരും ആഘോഷമാക്കിയില്ല. ഇപ്പോൾ SDPIയുടെ പിന്തുണ മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് എന്താണ്? മുഖ്യമന്ത്രി SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നു, ആരെങ്കിലും വേണ്ടാന്ന് പറയുമെന്നാണ് ചോദിച്ചത്, അല്ലേ? വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണയില്ലാന്ന് പുറത്ത് നിന്ന് ഞങ്ങൾ അവർക്ക് വല്ല സീറ്റും കൊടുത്താ? പാർലമെന്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ വല്ല സീറ്റും കൊടുത്തോ? അവർക്ക് കൊടുത്തോ? അല്ല, SDPI കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും വെച്ച് പറയണം. UDF ഒരു തീരുമാനം എടുത്താൽ അത് ആരാ പറയേണ്ടത്? നിങ്ങൾ ഒന്നുകിൽ UDF ചെയർമാനായ ഞാൻ പറയണം, അല്ലെങ്കിൽ UDF കൺവീനറായ അടൂർ പ്രകാശ് പറയണം, അല്ലേ? അന്ന് MM ഹസനാണ് കൺവീനർ. ഞാനാണ് പറഞ്ഞത്, എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ട് UDF അത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പേര് വെച്ച് ഒപ്പിട്ടല്ലേ തീരുമാനം പറഞ്ഞത്. എന്ന് അല്ലേ, നമ്മളൊരു തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ തീരുമാനം നിലനിൽക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പം എന്നെ എല്ലാവരും പറയണ്ടല്ലോ. എല്ലാ സംഘടനകളും സമുദായ സംഘടനകളും മറ്റവരും അവരൊന്നും ഞങ്ങളുടെ പാർട്ടിയെ പറയില്ല, UDFനെ പറയില്ല, കോൺഗ്രസിനെ പറയില്ല, എന്നെ മാത്രമേ പറയുള്ളൂ. അത് പറഞ്ഞോട്ടെ. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു രഹസ്യമായ ഒരു അജണ്ട ഉണ്ടാക്കുന്നു, പരസ്യമായി